والصلاة والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു പരിപൂർണമായി ശിഫയിലും സലാമത്തിലുമാക്കി ഇരുലോക വിജയികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായി മനുഷ്യൻ കടന്നു വരികയാണ്. ഒട്ടകത്തിലാണ് വരുന്നത്. ആ ഒട്ടകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അന്ന് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി യുഖർരിബുനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. നബിയേ, എനിക്ക് സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്നും എന്നെ വിദൂരമാക്കുന്ന കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം നബിയെ. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറിൽ അദ്ദേഹം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. വിശുദ്ധമായ ഹദീസിലൂടെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയെ, എനിക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ, എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് വിദൂരമാക്കി കളയുന്ന കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണം റസൂലേ. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയായി മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്ന് വിദൂരമാകാനുമുള്ള ഒന്നാമത്തെ കാര്യം അൻതഅ്ബുദല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅൻ. നീ അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കുക, അള്ളാഹുവിനോട് ഒരു വസ്തുവിനെ നീ പങ്കു ചേർക്കാതിരിക്കുക. നമ്മെ സൃഷ്ടിച്ച് സംഹരിക്കുന്ന, നമുക്ക് അന്നം നൽകുന്ന, വായു നൽകുന്ന, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ സന്തോഷ ദുഃഖങ്ങൾ നമുക്ക് നൽകുന്ന സർവമായ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കാൻ കഴിയുന്ന രാജാതിരാജനായ അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവിനെ നീ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക, അവനോട് ഒരു വസ്തുവിനെ നീ പങ്കു ചേർക്കരുത്. വിശ്വാസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അണുപോലും നമുക്ക് അതിൽ വീഴ്ചയും കുറവും വരാൻ പാടില്ല. എന്നാലും അള്ളാഹുവാണ് അത് ചെയ്യുന്നത് എന്ന ഒരു ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിപ്പോയാൽ അത് ശിർക്കായി മാറും. റസൂലുള്ളാഹി തങ്ങൾ അറാബിയായി മനുഷ്യനോട് പറഞ്ഞു, നിനക്ക് സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ വിദൂരമാകാനുമുള്ള ഒന്നാമത്തെ കാര്യം നീ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും അവനോട് ശിർക്ക് വയ്ക്കാതിരിക്കുകയും ചെയ്യുക. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വതുഖീമുസ്സലാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, അത് തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, നരകത്തിൽ വിദൂരമാക്കും. മൂന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, വതുഉത്തിസ് സക്കാ, നീ സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനാണെങ്കിൽ കൃത്യമായി നീ സക്കാത്ത് കൊടുത്തിരിക്കുക, അതും തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, നരകത്തിൽ വിദൂരമാക്കും. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വതസിലു റഹം, നീ കുടുംബബന്ധം ചേർക്കുക, കുടുംബബന്ധം നീ ചേർക്കണം. ആ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, നരകത്തിൽ വിദൂരമാക്കും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ഇബാദത്തുള്ളവരാണ്, നമസ്കാരമുള്ളവരാണ്, നോമ്പുള്ളവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും ഞാനിവിടെ പറയാറുള്ളത് പോലെ നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ച ഓരോ കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. ആ വിള്ളലുകൾ ചേർത്ത ബന്ധങ്ങളല്ല, പലപ്പോഴും ഞാൻ പറയാറുള്ളത് ചേർത്ത ബന്ധങ്ങളെ ചേർക്കലല്ല, മുറിഞ്ഞ ബന്ധങ്ങളെ ചേർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണേ, വലൗ ബിസ്സലാം, ഒരു സലാം കൊണ്ടെങ്കിലും. നിങ്ങളുടെ സഹോദരനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, കണ്ടിട്ട് വർഷങ്ങളായി, പക്ഷേ ഇപ്പോഴും പിണക്കത്തിൽ കഴിയുന്നു. പക്ഷേ ആ സഹോദരനെ മാർക്കറ്റിൽ വെച്ച് കാണുമ്പോൾ, ആ സഹോദരനെ കമ്പോളങ്ങളിൽ വെച്ച് കാണുമ്പോൾ, ആ സഹോദരനെ വീടിന്റെ മുറ്റത്ത് വെച്ച് കാണുമ്പോൾ, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ആ സഹോദരനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത അത് നിങ്ങളുടെ നമസ്കാരങ്ങൾ സാർത്ഥകമാകുന്നതിന് വേണ്ടിയാണ്, നിങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് ആ നിങ്ങളുടെ സഹോദരനോട് പറയുക. ആ പിണങ്ങി കഴിയുന്ന സഹോദരനോട് പറയുന്നതോടുകൂടി നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ വീടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സംഭവിച്ചു പോയ വിള്ളലുകൾ, കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ വിള്ളലുകൾക്ക് ആ വിള്ളലുകളെ കൂട്ടിച്ചേർക്കാൻ ആ സലാമിന് സാധ്യമാകും. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സിലു അർഹാമക്കും വലൗ ബിസ്സലാം, ഒരു സലാം കൊണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ എന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. കുടുംബ ബന്ധം മുറിച്ചിട്ട് ബന്ധങ്ങൾ ചേർക്കാതെയുള്ള നമസ്കാരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ
സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട മാനദണ്ഡം കൂടിയാണ്. നമ്മുടെ അമാലുകൾ സ്വീകരിച്ച സ്വർഗത്തിലേക്ക് എത്തുന്നതിനുള്ള വഴി കൂടിയാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അള്ളാഹു തആല അത്തരത്തിൽ നമ്മെ പരിപൂർണമായ ബന്ധങ്ങൾ ചേർത്ത് സൂക്ഷിക്കുന്ന ജീവിക്കുന്ന വിശ്വാസികളിൽ ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.